ശ്രദ്ധിക്കുക, ഇവിടെ 3 കേസുകളെ പറ്റി ഞാൻ പറയുന്നത്. ഇത് മുമ്പ് പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയാം. ഒന്ന് സബ്ജക്റ്റീവ് കേസ് അല്ലെങ്കിൽ നോമിനേറ്റീവ് കേസ് എന്ന് വിളിക്കുക. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റീവ് കേസ്, അതുപോലെ തന്നെ പൊസസീവ് കേസ്. കേസ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഇത് ഒരു ഉദാഹരണത്തിന് ഒരു നൗണ് പറയാണ്. ഓക്കെ, വില്യം, ജോൺ അല്ലെങ്കിൽ ഹി, ഷീ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ നൗണ് ഒരു എന്താ പറയുക, ഒരു വേർബ് ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ അയാളെ മേൽ ചെയ്യപ്പെടുന്നതാണോ. ഇപ്പോൾ ഒരാൾ വേറൊരാളെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ കാണുന്ന ആളാണോ അല്ല കാണപ്പെടുന്ന ആളാണോ, അങ്ങനെയാണ് സബ്ജക്റ്റീവും ഒബ്ജക്റ്റും പറയാം. അപ്പോൾ വില്യം സീസ് ജോൺ, വില്യം ജോണിനെ കാണുന്നു. അപ്പോൾ വില്യം എന്നുള്ളത് ഇതിൽ സബ്ജക്റ്റാണ്, സീസ് എന്നുള്ളത് വേർബാണ്, ജോൺ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ആൾ ഇവിടെ. ഓക്കെ, ആ വേർബ് ആരെ മേലാണോ ചെയ്യപ്പെടുന്നത് ആ ചെയ്യപ്പെടുന്ന ആൾ. ഹീ റോട്ട് എ ലെറ്റർ, അപ്പോൾ ഹീ എന്നുള്ളത് എന്താ, സബ്ജക്റ്റ്. റോട്ട് എന്നുള്ളത് എന്താണ്, ഒരു വേർബ്. ലെറ്റർ എന്നുള്ളത് എന്താ, ഒബ്ജക്റ്റ്. കാരണം ലെറ്ററാണ് എന്ത്, എഴുതപ്പെടുന്നത്. അപ്പോൾ എഴുതുന്ന ആൾ സബ്ജക്റ്റ്, എഴുതപ്പെടുന്ന ആൾ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആവാം. എന്നിട്ട് അപ്പോൾ നോമിനേറ്റീവ് കേസ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് കേസ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, അത് ചെയ്യുന്ന ആളെയാണ് നമ്മളെന്താ, അല്ലെങ്കിൽ ആരെ പറ്റിയാണോ അറിയിക്കപ്പെടുന്നത് അവരെ പറ്റിയാൽ എന്താ പറയുക, സബ്ജക്റ്റ് അല്ലെങ്കിൽ നോമിനേറ്റീവ് കേസിൽ കാണിക്കാം. ഇനി സീസ് എന്നുള്ളത് വേർബ്, പിന്നെ വേർബ് കഴിഞ്ഞാൽ വരുന്നത് എന്താ, ഒബ്ജക്റ്റ്. അപ്പോൾ ആ സെൻറ്റൻസിലെ ഒരു വേർബ് ചെയ്യപ്പെടുന്ന ആളാണ് ആരാണോ അതാണ് ഒബ്ജക്റ്റീവ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേറൊരാളുടെ പൊസഷനിലാവാം. പൊസഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉടമസ്ഥതയിൽ തന്നെ ആണെന്നില്ല, അയാളുടേത് എന്നർത്ഥം സൂചിപ്പിക്കാനാണ് പൊസസീവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ദിസ് ഈസ് വില്യംസ് ഹാറ്റ്, ഇത് വില്യമിൻ്റെ തലപ്പാവാണ്. അപ്പോൾ വില്യമിൻ്റെ എന്ന അർത്ഥം സൂചിപ്പിക്കാനാണ് പൊസസീവ് കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 കേസുകൾ എന്ത് ചെയ്യും, ഇത് എങ്ങനെയാണ് കാണിക്കാമെന്ന് നോക്കാം. ഇപ്പം നോമിനേറ്റീവ് കേസിൽ ബോയ് എന്നാണ് പറയാം. അതായത് ബോയ് സീസ് എ ബോയ്. ഓക്കെ, അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ഏതാ, എ ബോയ്. സീസ് എന്നുള്ളത് വേർബ്. ഇനി രണ്ടാമത് വന്ന എ ബോയ് എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്, അത് ഒബ്ജക്റ്റീവ് കേസിലാണ്. നേരെ മറിച്ച് അപ്പോൾ ഈ ബോയിൻ്റെ എന്ന അർത്ഥം സൂചിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോസ്ട്രോഫി എസ് ഇടും. അപ്പോൾ ഈ നൗൺസിൽ പൊതുവെ നൗൺസിൽ സിംഗുലറായിട്ടാണ് വരുന്നതെങ്കിൽ ആ നൗണിൽ എന്ത് ചെയ്യണം, നമുക്ക് പൊസസീവ് ആക്കണമെങ്കിൽ അപ്പോസ്ട്രോഫി എസ് ഇട്ടാൽ മതി. ദിസ് ഈസ് ഡേവിഡ്സ് ബുക്ക്, ഡേവിഡ് അപ്പോസ്ട്രോഫി എസ്, ഇത് ഡേവിഡിൻ്റെ ബുക്കാണ്. അല്ലെങ്കിൽ ദിസ് ഈസ് ജോൺസ് ലെറ്റർ, അപ്പോൾ എൻ അപ്പോസ്ട്രോഫി എസ്, ഇങ്ങനെയാണ് ഇടുക. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു നൗണ്, ഒരു പ്രോപ്പർ നൗൺ ആവാം കോമൺ നൗൺ ആവാം, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, പൊസസീവ് ആക്കാൻ വേണ്ടി അപ്പോസ്ട്രോഫി എസ് ആണ് ഇടുക. ഇനി സപ്പോസ് ഈ സിംഗുലർ, ഇത് സിംഗുലർ അല്ല, ഇത് പ്ലൂറലാണെന്ന് വെച്ചാൽ അതിൻ്റെ അവസാനത്തിൽ എസ് കൊണ്ട് പ്ലൂറലാണ്. ഇപ്പോൾ ലേഡി, ലേഡീസ്. ഓക്കെ, അത് ഓൾറെഡി പ്ലൂറലാണ്. അപ്പോൾ വീണ്ടും അപ്പോസ്ട്രോഫി എസ് ഇടുമ്പോൾ ഒരു ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ലേഡീസസ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പൊസസീവ് ആക്കാൻ വേണ്ടി പ്ലൂറലിനെ, ഓൾറെഡി എസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പ്ലൂറലിൽ ഓൾറെഡി പ്ലൂറലാക്കാൻ വേണ്ടി എസ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അപ്പോസ്ട്രോഫി ഇടും. ഇപ്പോൾ ലേഡീസ് അപ്പോസ്ട്രോഫി ഇട്ടാൽ അതെന്താ, പ്ലൂറലിൻ്റെ പൊസസീവായി. ഇങ്ങനെയാണ് വരിക. സാധാരണ രീതിയിൽ നോമിനേറ്റീവും ഒബ്ജക്റ്റീവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാറില്ല. ഇപ്പോൾ ഹീറോ, ബോയ്, മാൻ അങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ പൊസസീവിലാണ് എന്ത്, അപ്പോസ്ട്രോഫി എസ് വരാം സിംഗുലർ ആണെങ്കിൽ. ഇനി പ്ലൂറലാണ്, ആ പ്ലൂറലിൻ്റെ അവസാനത്തിൽ എസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, 2 എസ് അടുത്ത് വരില്ലല്ലോ. അപ്പോൾ അവസാനമുള്ള എസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി ഇട്ട് മതിയാക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം, പ്രൊനൗൺസിൻ്റെ കേസിൽ എങ്ങനെ വരാം,
ഓക്കെ. നോമിനേറ്റീവ് ഒരു കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പം ഞാൻ സ്പീക്കറിനെ മേലെ അറിയിക്കുന്ന പ്രൊനൗൺ ആണെങ്കിൽ ഐ എന്നാണ് നോമിനേറ്റീവിൽ വരാം. എന്ന് വെച്ചാൽ ഐ സോ ഹിം. ഓക്കെ. അപ്പോൾ ഐ എന്നുള്ളതാണ് കാണുന്ന ആൾ. നേരെ മറിച്ച് അത് പൊസസീവ് ആണെങ്കിൽ മൈ അല്ലെങ്കിൽ മൈനാണ് വരിക. അത് യൂസേജ് അനുസരിച്ച് വ്യത്യാസപ്പെടും. ദിസ് ഈസ് മൈ ബുക്ക് എന്ന് പറയും, ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറയും. അപ്പോൾ മൈ കഴിഞ്ഞ് എന്താണോ പൊസസ് ചെയ്യുന്ന ആ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് മൈ എന്നാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് ഒന്നും പറയുന്നില്ല, ഓക്കെ, ജസ്റ്റ് ആ പൊസസീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നതെങ്കിൽ മൈൻ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ദിസ് ഈസ് മൈ ബുക്ക് ഓർ ദിസ് ബുക്ക് ഈസ് മൈൻ. ഇനി ഒബ്ജക്റ്റീവ് ഫോമിൽ എങ്ങനെയാണ് ഇത് വരാം? സ്പീക്കറിനെ അറിയിക്കൽ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫോമിൽ? ഹീ റോട്ട് ടു മീ, ഓക്കെ, അല്ലെങ്കിൽ ഹീ ഹിറ്റ് മീ, അവൻ എന്നെ അടിച്ചു. അപ്പോൾ മീ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നോമിനേറ്റീവ് ഐ, പൊസസീവ് മൈ ഓർ മൈൻ, ഒബ്ജക്റ്റീവ് മീ. ഇത് സിംഗുലറിൻ്റെ കാര്യമാണ്. ഇനി പ്ലൂറൽ സ്പീക്കർ ആണെങ്കിൽ എങ്ങനെ പറയാം? വി സോ ഹിം, വി. അപ്പോൾ വി എന്താണ് നോമിനേറ്റീവ്. നേരെ മറിച്ച് നമ്മുടേത് എന്നാണ് എങ്ങനെ കാണിക്കുക? അവർ അല്ലെങ്കിൽ അവേഴ്സ്. അപ്പോൾ അവർ എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക? ദിസ് ഈസ് അവർ ബുക്ക് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ബുക്കാണ്. ഈ ബുക്ക് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോഴോ ദിസ് ബുക്ക് ഈസ് അവേഴ്സ് എന്നാണ് പറയാം. ഓക്കെ. ഇനി അവൻ ഞങ്ങളെ അടിച്ചു എന്ന് എങ്ങനെ പറയാം? ഹീ ഹിറ്റ് അസ്. ഓക്കെ. അപ്പോൾ ഞങ്ങളെ എന്നർത്ഥമാണ് ഒബ്ജക്റ്റീവ് കേസിൽ വരാം. ഇനി സെക്കൻഡ് പേഴ്സണിലാണെങ്കിൽ ആ പ്രൊനൗണ് സെക്കൻഡ് പേഴ്സൺ എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. നോമിനേറ്റീവ് യു, യു സോ ഹിം, നീ അവനെ കണ്ടു. സിംഗുലറിൽ സിംഗുലർ പൊസസീവ് എങ്ങനെയാ? യോർ ഓർ യോർസ്. ദിസ് ബുക്ക് ഈസ് യോർസ്. ഓക്കെ. ദിസ് ഈസ് യോർ ബുക്ക് അല്ലെങ്കിൽ ദിസ് ബുക്ക് ഈസ് യോർസ്. അപ്പോൾ ബുക്ക് ചേർന്ന് വരുമ്പോൾ എങ്ങനെ പറയാം? ദിസ് ഈസ് യോർ ബുക്ക്. ഒന്ന് അതുമാത്രമാണ് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ദിസ് ബുക്ക് ഈസ് യോർസ്. ഓക്കെ. ഇനി ഒബ്ജക്റ്റീവ് എങ്ങനെ വരാം? സിംഗുലർ സെക്കൻഡ് പേഴ്സൺ ഒബ്ജക്റ്റീവ് ഐ സോ യു, ഞാൻ നിന്നെ കണ്ടു. ഓക്കെ. പ്ലൂറൽ എങ്ങനെ വരാം? യു. പ്ലൂറലിനും സിംഗുലറിനും ഒരേ തന്നെയാണ്. യു, യോർ, യോർസ്, യു. സെക്കൻഡ് പേഴ്സണിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നീ എന്ന് പറയാനും നിങ്ങളെന്ന് പറയാനും യു തന്നെ ഉപയോഗിക്കുക. പൊസസീവിൽ യോറും യോർസ് തന്നെ ഉപയോഗിക്കുക. ഒബ്ജക്റ്റീവിൽ യു തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഫോർമൽ സ്റ്റൈല് ആവശ്യം വരില്ല. തേർഡ് പേഴ്സണിലാണെങ്കിൽ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്തില്ലാത്ത ആൾ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് പറയുകയാണ്, ഹീ ഷീ എന്നങ്ങനെ പറയുകയാണെങ്കിൽ നോമിനേറ്റീവ് എങ്ങനെ വരാം? മാസ്കുലിൻ ആണെങ്കിൽ ഹീ, ഫെമിനിൻ ആണെങ്കിൽ ഷീ. അത് രണ്ടും അല്ലാത്ത ജെൻഡർ ആണെങ്കിൽ, ന്യൂട്രൽ ജെൻഡർ ആണെങ്കിൽ എന്താ? ഇറ്റ് എന്ന് പറയാം. ബുക്കിനെ ഇറ്റ് എന്ന് പറയാം. ഹീ, ഷീ, ഇറ്റ്. അതായത് ഹീ സോ ഹിം, ഷീ സോ ഹിം, പിന്നെന്താ പറയുക, ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഇതൊക്കെ നോമിനേറ്റീവ് കേസില്ല. പൊസസീവിൽ വരുമ്പോൾ എങ്ങനെ വരാം? മാസ്കുലിൻ ഹിസ്, ദിസ് ഈസ് ഹിസ് ബുക്ക്, ദിസ് ഈസ് ഹെർ ബുക്ക്, ദിസ് ഈസ് ഇറ്റ്സ് ടെയിൽ, ഇത് പൂച്ചയുടെ വാലാണ്, ദിസ് ഈസ് ഇറ്റ്സ് ടെയിൽ. ഇനി ഒബ്ജക്റ്റീവിൽ എങ്ങനെ വരാം? ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. ഐ സോ ഹെർ, ഞാൻ അവളെ കണ്ടു. ഐ സോ ഇറ്റ്, ഞാൻ അതിനെ കണ്ടു. ഓക്കെ. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ എങ്ങനെ വരാം? ദേ സോ ഹെർ. ഓക്കെ. പൊസസീവ് എങ്ങനെ വരാം? ദിസ് ബുക്ക് ഈസ് ദേർസ് അല്ലെങ്കിൽ ദിസ് ഈസ് ദേർ ബുക്ക്. ഇനി ഒബ്ജക്റ്റീവ് എങ്ങനെ വരാം? ദേ സോ ദെം. അപ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറലാണ് ശ്രദ്ധിക്കേണ്ടത്. ദേ, ദെം. നോമിനേറ്റീവ് ദേ, ഒബ്ജക്റ്റീവ് ദെം.